കഴിഞ്ഞ 2-3 ആഴ്ചയായി ദിവസവും ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ ഇമെയിൽ സന്ദേശങ്ങൾ തലങ്ങും വിലങ്ങും പായുകയാണ്. അത് ഈ വിവിധ കോൺസുലേറ്റുകളിൽ, താരങ്ങളുടെ വീടുകളിൽ, അങ്ങനെ പലയിടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ മാധ്യമങ്ങളിലെ സ്ഥാപനങ്ങളിലേക്കും അവരുടെ ഓഫീസുകളിലേക്കും ഒക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ പുതിയ തലമുറയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. അതിനുശേഷം അവിടെ പോലീസ് കൃത്യമായി എത്തി, ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എത്തി നടത്തിയ പരിശോധനയിൽ ഈ ഭീഷണി വ്യാജമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നും സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് തമിഴ്നാട് സർക്കാരിന്റെ കേബിളിൽ പുതിയ തലമുറയെ ഒഴിവാക്കി അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഈ പുതിയ തലമുറയുടെ ഓഫീസിൽ ഭീഷണി സന്ദേശം വരുന്നത്. ഈ 3 ആഴ്ചക്കിടയിൽ വിജയുടെ വീട്ടിൽ ഏതാണ്ട് 4-5 തവണ ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ, ഇത്തരത്തിൽ ബാങ്കുകൾ അടക്കം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ ഇവിടെയൊക്കെയും ഇങ്ങനെ ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ ഇതിന് കൃത്യമായി ഒരു തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രശ്നമാണ്. പോലീസ് ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ വിവിധ സംഘങ്ങളായി, വിവിധ സ്ക്വാഡുകളായി പരിശോധന നടത്തുക, പിന്നീട് അത് വ്യാജമാണെന്ന് തെളിയുക. അതിനപ്പുറത്തേക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ള യാതൊരു മെഷീനറിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് പോലീസിനെ വല്ലാണ്ട് കുഴയ്ക്കുന്നുമുണ്ട്. അനുജ.